ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ എപ്പിസോഡ്. അപ്പം ഇന്ന് നമ്മൾ ഒരു ഗെറ്റ് റെഡി ഞങ്ങൾ മാത്രമുള്ള വീട്ടിൽ പോയി. അപ്പം ഫസ്റ്റ് നമ്മളെ ഡ്രസ്സ് കാണിച്ചത് രണ്ടുപേരും സെയിം ആട്ടോ. എൻ്റെ ഇങ്ങനെ വരുന്നതാണ്, ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പാൻറ് ആട്ടോ വന്നിട്ട് എൻ്റെ ഇതൊരു ബാഗും പിന്നെ ക്രോപ്പ് ടോപ്പോ. ഞങ്ങൾ രണ്ടുപേരും ഒരേ സെയിം ആണ്. എനിക്കും ഐഷാദു ഹാക്കും എനിക്കും അങ്ങനത്തെ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനത്തില്ല, അതാണ് നമുക്ക് ക്രീം തേക്കാട്ടോ. മസ്കിന്റെ ഒരു സൺസ്ക്രീം ഞങ്ങൾ തേക്കുന്നില്ല. വൈറ്റ് കാസ്റ്റ് ക്രീം ആട്ടോ. അത് ഇതില്ല, രണ്ടുപേർക്കും ഇതിന് ഷെയർ അടിക്കാം. നോ, ഞാൻ ഇതെടുക്കാം. ഇത് പുതിയ ഇങ്ങനെ നമ്മൾ അമർത്താം. എന്നിട്ട് ഇങ്ങനെ അത് കുറച്ചധികം വന്നല്ല ഇതിന് സാരമില്ല. അപ്പോൾ നീ ഹാൻഡ്സിലൊക്കെ തയ്ച്ചോ. നമുക്കിന്നൊരു ഫങ്ഷൻ ആട്ടുള്ളത്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തത്. ഞങ്ങൾ ചെയ്യത്തൊന്നുമില്ല. ഇവൾ എങ്ങനെ ആയാലും അതൊക്കെ ചെയ്യും, പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്കിത് പൗഡർ ഇടാം. മുടി മാറ്റട്ടെ. അവള് ഇത് തന്നെയാണ് ഇടുന്നത്. നമ്മൾ പൗഡേഴ്സ് ആയിട്ട് നമ്മൾ അങ്ങനെയൊന്നും ഇടില്ല കേട്ടോ. നമ്മൾ സാധാ പൗഡർ ഇടുള്ളൂ, മറ്റൊന്നും ഞങ്ങൾ ഇടാറില്ല. ഞങ്ങൾ അങ്ങനത്തെ പൗഡറൊന്നും ഇടില്ല കേട്ടോ. നമുക്ക് കണ്ണ് എഴുതാനൊക്കെ ആണെങ്കിൽ ബാക്കിൽ വലിയൊരു മിറർ ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഇതാ കുറച്ച് പൗഡർ ഞാനും ഇടുന്നുണ്ട്. ഇനി ഇതിനാട്ടോ. ഇതിൽ മറ്റേ പൗഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യില്ല. ഇതൊരു വൈറ്റ് കാസ്റ്റ് പോലത്തെ ഒരു പൗഡറാണ്. അപ്പോൾ നമുക്കിത് ഐഷാഡോ മാത്രം മതി കേട്ടോ. ഞാൻ ഇടുന്ന ഷെയ്ഡ് ഇതേ റെഡ് ആട്ടോ. ഞാൻ ഐബ്രോ ഒന്നും ചെയ്തിട്ടില്ല, കാരണം എൻ്റെ പിരിക് ഇത്തിരി കുറച്ച് ഡ്രാക്കാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ മുകളിൽ കയറുന്ന ചെയ്തു. അപ്പം ഞാനും അതുമാതിരി തന്നെ ഒരു ഇനി ഇത് ബ്ലഷായിട്ട് ഞാൻ ഇതേ ഒരു ഗിൽട്ടൺ വരുന്ന തന്നെ ഇട്ടോ. ഞാൻ ഇടത്തില്ല. ഈ ഒരു മിനി ഇത് തന്നെ നമുക്ക് എല്ലാത്തിനും മതി. ഐഷാഡോ മാത്രമാണ് ഇതിൽ. ലിപ്സ്റ്റിക് ഒന്നും പറയണ്ട. ഈ ഇത് തന്നെ ഞാൻ രണ്ട് കണ്ണിൽ അപ്ലൈ ചെയ്യാൻ, കാരണം ഞാൻ അത്ര വലിയ ഐഷാഡോ ലവറൊന്നുമല്ല. ഞാൻ നല്ല പോലെ ഐഷാഡോസ് നമുക്ക് ചീക്സ്. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക്ക് അത് ഞാൻ നന്നായിട്ട് തരും കേട്ടോ. അത് ലിപ്സ്റ്റിക്ക് നല്ല പോലെ ഇടും. ആണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇട്ടായിട്ട് ഇല്ല. നമുക്ക് അധികം മേക്കപ്സ് ഒന്നും ഇല്ലാതെ കേട്ടോ നമ്മൾ ഒരുങ്ങാൻ നോക്കുന്നതല്ല, അങ്ങനെ തന്നെയുള്ള നമ്മളെ കയ്യില്. ഞങ്ങൾ ചെറിയ സ്കിന്നാണ്, ഞങ്ങൾ കുറച്ച് ഐറ്റംസ്. ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ണു ചെയ്തിട്ട് കാരണം ഐഷാഡോ ഇട്ടിട്ടുള്ള ബിഫോർ ആഫ്റ്ററിലൊക്കെയാണ്. ഇതിപ്പോ ഞാൻ 32 ഷെയ്ഡാണ് 23 ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചെറുതാട്ടോ ഞങ്ങളുടെ കയ്യിൽ, ചെറുതാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. നമുക്ക് ആയിട്ട് മാത്രമേ ഇട്ടെടുക്കുന്നുള്ളൂ. തെറ്റിക്കല്ല കേട്ടോ. കിടന്നിട്ടോ. അപ്പൊ നമ്മൾ കണ്ണെഴുതിയിട്ട് കാണാം അല്ലേ, ഇല്ലെങ്കിലേ നമ്മള് കണ്ണെഴുതണതൊക്കെ തെറ്റും. ഞാൻ എന്തായാലും ഇത്തിരി ബ്ലഷ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അവളപ്പുറത്ത് ഇന്ന് നന്നായി അടിപൊളിയിൽ കണ്ണൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ഐഷാഡോ ഞാൻ ഇത് തന്നെ. ഇന്നിപ്പോൾ ചെറിയൊരു മാരേജ് ഫങ്ഷനാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നു. കുറേ ആൾക്കാർ വാട്ട് ഈറ്റിൻ്റെ ഡേ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ എന്നല്ല, കുറച്ച് ആൾക്കാർ കേട്ടോ. നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഗെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും നമ്മൾ ഇത് തുടങ്ങിയത് കാരണം നമുക്ക് എന്തായാലും ഞാൻ ഇനി കണ്ണെഴുതി നമുക്ക് കാണാം കേട്ടോ. കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അത്യാവശ്യം എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കട്ടയിൽ എഴുതുകൊണ്ട് ഞാൻ വാലൊന്നും എക്സ്ട്രാ ഇടുന്നില്ല. ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ മാത്രമാണ്. കമ്മലും ഞാൻ ഈ ഒരു ഗോൾഡ് തന്നെയാണ് ഇടുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു ഗോൾഡാട്ടോ, വേറെ ഞങ്ങൾ ഇടുന്നില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇടാൻ മുന്നേ ഒന്ന് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഡാസ്ലറിൻ്റെ ലിപ് ബാം ഷെയ്ഡ് 2 ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര രസമുള്ള ഷെയ്ഡാട്ടോ. ഞാൻ കണ്ണ് ഉണങ്ങാനൊന്നും വലിയ വെയിറ്റ് ചെയ്യുന്നില്ല.
അങ്ങനെ നമ്മൾ കുറച്ച് ഇട്ടാൽ മതി. അപ്പം തന്നെ നല്ല ചുവപ്പായിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ. അത്ര ഇതില്ല. ഇവള് ഇട്ടെന്ന് അറിയും. ചില നേരത്തെ ഇവള് ലിപ് ബാം മാത്രമേ ഇടത്തുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവളെ ലിപ്സ്റ്റിക്കിൽ കൊടുന്നിട്ടുണ്ട്. ഇടുമെന്നുള്ളതൊക്കെ അറിയാം. ഡാസ്ലറിന്റെ 32 ഷെയ്ഡാണ് ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. അല്ല 23 ഷെയ്ഡാണ് ഞാൻ 32 എന്നാ പറയുന്നത്. മാറ്റിന്റെ ഹുദാ ക്രയോൺ ലിപ്സ്റ്റിക് ആട്ടോ. മാറ്റിന്റെ 3D ആട്ടോ വന്നിട്ട്. ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ആയിരിക്കണം കേട്ടോ. ഇവള് തന്നെ ഇടാറുള്ള, ഞാൻ ഇടയ്ക്കൊന്ന് ഇടും. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. ബ്ലഷ് ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. കുറച്ചും കൂടി ഞാൻ ഇടുന്നുണ്ട് ബ്ലഷ്. ഐഷാഡോ വലിയ കാണുന്നൊന്നുമില്ല അല്ലേ? ഇതൊന്ന് ചെറുതായിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ന്യൂഡ് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഇട്ടാ ഭംഗി ഉണ്ടാവില്ല കേട്ടാ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വലിയ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണം. അതാണ് ഇങ്ങനെ ഒരു എന്നുള്ള ശബ്ദം. ഇനി നമുക്ക് എന്തായാലും ഇത്രയാണ് ഞങ്ങളൊരു മേക്കപ്പ്. ഇനി നമുക്ക് എന്തായാലും ഹെയർ ഒക്കെ എൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കൊരു കുത്തും കൂടി വേണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം. ഇവിടെ എപ്പോൾ പോകുമ്പോൾ ആ കുത്തിടും. ഇത് നമ്മൾ ഷോർട്സിലല്ല ഇടുന്നത്, നമ്മളിത് ഫുൾ വീഡിയോയിലാണ് ഇടുന്നത്. കാരണം ഷോർട്സിൽ ആകെ 1 മിനിറ്റുള്ള, ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് 2 മിനിറ്റ് ആയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡൗട്ടാണ്. 6.44 ഒക്കെ ആവാനായി. 1 മിനിറ്റൊക്കെ അമ്പം കിടന്നു കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ഈ പ്രീമിയം കളർ ഞാൻ ഹെയർ കെട്ടിയതൊക്കെ ലാസ്റ്റ് കാണിച്ചിട്ട്. കാരണം ഹെയർ കെട്ടുമ്പോൾ നമുക്ക് ക്യാമറ തുറന്നാൽ ഹെയർ കെട്ടാനും പറ്റില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഹെയർ കളറാണ് നിങ്ങൾ ഇടുന്നതെന്ന്. അല്ല, ഹെയർ കളറല്ല, ഹെയർ കട്ടാണ് നിങ്ങൾ ഇടുന്നതെന്ന്. ഞാൻ പഫാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ കറണ്ട് ഇങ്ങനെ പോയി കളിക്കട്ടെ. ഇങ്ങോട്ടുള്ള കാരണമല്ല നമ്മൾ സത്യം. പിന്നെ നല്ല മഴയാണ്, അതുകൊണ്ട് കറണ്ട് പോയിട്ടോ. കറണ്ട് വന്നു. കറണ്ട് പോവാ വരിക. ഇത് പോയി. സാധാരണ വല്ല പോസ്റ്റ് ഇടിയുമ്പോഴൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാവുക. പോയി. നമ്മുടെ ചെറുതായിട്ട് നമ്മൾ ഇടുന്ന ക്യാമറ ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ഇടുന്നപ്പോൾ ഇതായി പോയതാണ് ഗായ്സ്. എനിക്ക് കണ്ണിൻ്റെ ഭംഗി എനിക്ക് ആസ്വദിക്കണം. അപ്പം ഇനി ഞാൻ എന്തായാലും മുടി കെട്ടുമ്പോൾ ഞാൻ ഇടാം. അപ്പോൾ എൻ്റെ പഫ് കെട്ടൽ കഴിഞ്ഞു. അവൾ പഫും കെട്ടി, പോണിറ്റൈലും കെട്ടി. അപ്പം അവള് ഒരു ഇവിടുന്ന് ഇങ്ങനെ അവളൊരു സ്റ്റൈലായിട്ട് കിട്ടിയിട്ട് ഞാനത് ഇങ്ങനത്തെ ഒരു ഡോണറ്റിന്, അടിപൊളി ഡോണറ്റിൻ്റെ ഒരു ബേബി എന്നൊക്കെ ഉള്ള ഭയങ്കര ക്യൂട്ടില്ലേ. അപ്പം ആ ഒരു ബണ്ണാണ് ഞാൻ ഇടുന്നത് അതിൻ്റെ ഒപ്പം. കാരണം ഇപ്പം മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എപ്പോഴാ വെയിൽ വരാം. ഇന്നലെ നല്ല മഴ പെയ്തു രാവിലെ. ഉച്ചയ്ക്കാണെങ്കിൽ ഞാനൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ വേർത്ത് കുളിച്ചിട്ടോ. അങ്ങനെയുള്ളത് വരുന്നതുകൊണ്ട് നമ്മൾ ഏത് നിമിഷമാണ് മഴ കഴിയാന്ന്. ഇപ്പം ഇതാ മഴ ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനും ഡോണറ്റിന്റെ പിങ്ക് ആണ്, ഇവളൊരു ബ്രൗൺ ആണ്. ഇനി ഇത് നമ്മുടെ നെക്ലേസ് ആട്ടോ. ഇവളത് ഈ ലവ് കളർ. ഞാൻ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ബ്രൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ബ്രൈറ്റ്. എൻ്റെ ഈ റൗണ്ട് ആട്ടോ. റൗണ്ടിലെ കുറച്ച് പേണീസ് ഒക്കെ വന്നിട്ടാണ്. നമ്മുടെ പേണീസ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. നമ്മുടെ ആ ഒരു ക്യാമറ വയ്ക്കുന്നത് ചെറുതായിട്ടൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലെടുക്കാനും പറ്റില്ല, ഫോൺ വയ്ക്കാനും പറ്റത്തില്ല. നമ്മൾ അൽമാരയുടെ സൈഡിൽ ഒരു വിധത്തി വെച്ച് കഴിഞ്ഞാണ്. ഇതാണ് നമ്മുടെ ആ മാല. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ഉള്ളൊരു മാല കേട്ടത്. നമ്മൾ കാണുമ്പോൾ വിചാരിച്ച അധികം ആവതില്ലാത്ത മാലയെന്ന് കേട്ടോ. ബട്ട് നല്ല കട്ടുണ്ട് കേട്ടോ അവിടെ. ഞാനും വിചാരിച്ചു അത്. ഞാൻ വിചാരിച്ച ആവതില്ലാത്ത മാല എൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടണേ. ഞാൻ ഇപ്പൊ പൊട്ടിച്ചു. ഇവൾക്ക് നല്ല സൂക്ഷ്മതയുണ്ട്, പക്ഷെ എനിക്ക് അതൊക്കെ കുറവാണ്. ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കതൊരു ഇഷ്ടമായ. അവള് ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നു ഈ റൗണ്ടിൻ്റെ മേടിച്ചത്. പക്ഷെ മമ്മി പിന്നെ പറഞ്ഞു ഈ ഹോട്ടിന് ഭംഗിയുണ്ട്,
അപ്പം ഞാൻ എന്ത് എടുത്ത് ആ ഹാർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ രണ്ടുപേരുത് ഈ ഒരു കൈച്ചീന് സാട്ടിരുന്നേ കിട്ടോ മല ഞാൻ മാലൂര ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്ന 2 മലയാണ്. അപ്പോൾ ഞങ്ങൾ കമ്മൽ മാറ്റി ക്യാമറ ഇഷ്ടമില്ല കേട്ടോ ഓഫ് ചെയ്താണ്. കമ്മലുണ്ടല്ലോ മാറ്റണം എന്നുണ്ടായിരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉമ്മ പറഞ്ഞു വേണ്ട മാറ്റണ്ട, ഞങ്ങൾ ഇതാണ് ഇടുന്നത്. ഞാൻ ഈ കയ്യിൽ മാത്രം മെഹന്തി ഇട്ടിട്ടുള്ള, പിന്നെ ഈ കയ്യിൽ ചെറുതായി കൊളായപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കളഞ്ഞു. പക്ഷെ ഇവളാണെങ്കിൽ 2 കയ്യിൽ വിട്ടു. ഓടെ ബ്രാൻഡിലെ വാച്ചാട്ടോ നീ എതിർന്ന് ഇതല്ലേ? അയ്യോ എന്റേതല്ലേ അത്. അവൾക്ക് ഭയങ്കര എനിക്ക് ആ റൗണ്ടാ ഇഷ്ടമായത് കേട്ടോ. ബട്ട് എല്ലാരും പറയുന്നത് എന്റെ കയ്യിൽ ഇതാ പറഞ്ഞു. ഈ വാച്ച് എടുക്കും എനിക്ക് ഇങ്ങനെ ഇടുന്നു അറിയില്ല. എനിക്ക് ഞാനത് ശ്രമിച്ചു നോക്കട്ടെ, എന്തെങ്കിലും എനിക്ക് ഇടാൻ പറ്റുമോ. എനിക്ക് മറ്റേ കാസിയോ വാച്ചാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ പിന്നെ ഉള്ളതിന് ചോദിക്കല്ലോ. അത് ഇടാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ഇതെനിക്ക് അത്ര വലിയ അത്ര വലിയ ഈ വാച്ച് ഇന്ന് പോകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം തീരെ എൻ്റെ വാച്ചിന് തീരെ വാച്ചിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കയ്യിൻ്റെ കുഴപ്പമാണ്, തടിയില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇതെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഒട്ടും ഇതാവത്തില്ല. കണ്ടോ എനിക്ക് നല്ല ലൂസാട്ടോ അത്യാവശ്യം. എനിക്ക് നോക്കി വളമായിരിക്കും. നമുക്കിത് മാറ്റാം. എനിക്ക് ഈ വാച്ച് കണ്ടില്ല ഞങ്ങളിത് മാറ്റിയിട്ട് വരാം കേട്ടോ. ഞാൻ അതേ ഫോൺ വാച്ച് ഇട്ടേക്കണേ, ബട്ട് ചാർജ് ഇല്ലാന്നുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ എവിടെ പോയാലും ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് തന്നെ എത്തും. ഞാൻ ഇന്ന് തന്നെ ഇടുക. സ്കൂളിൽ പോകുമ്പോൾ മാത്രം ഞാൻ റൗണ്ടിലുള്ളൊരു അടിപൊളി സാധനം. നമ്മളൊരു സംഭവം മാത്രം മറന്നു, ലാസ്റ്റ് തന്നെ അടിക്കണ്ട. അല്ലെങ്കിലും ഞങ്ങൾ പക്ഷെ നേരത്തെ അടിക്കൂട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ്, ഞങ്ങളുടെ ഫാമിലി പെർഫ്യൂം, ഞങ്ങളുടെ ഫാമിലി ഫുള്ള് അതിൻ്റെ ആൾക്കാരാ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് അടിക്കട്ടെ കേട്ടോ. എനിക്ക് ഇങ്ങനെ അടിക്കണം ഇഷ്ടം. ഇവള് സ്പ്രേ അടിക്കുന്ന ഇവള് വീടിന് ഫുള്ള് സ്പ്രേ ആകും. നമുക്ക് പിന്നെ അത് ഞാനടിക്കുമ്പോൾ മാത്രം എന്താകും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കുറച്ച് ക്രീം എൻ്റെ കയ്യിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം മഴയാണെങ്കിലും നമ്മൾ ക്രീമോ നല്ല മണമാണ്, പക്ഷെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു വാർത്ത മാത്രമേ എനിക്കുള്ളൂ. നല്ല മണം കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ, ക്യാമറയല്ലേ. അപ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ കയ്യിലെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ കാണിച്ചു തരാം. അതുവരേക്കും ബൈ.